ഹലോ, ഹരേ കൃഷ്ണ. ഞാനിപ്പോൾ ഉള്ളത് ട്രെയിനിലാണ്. ഇനി അല്പസമയം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ മധുര റെയിൽവേ സ്റ്റേഷനിലെത്തും. ഹലോ, മധുരയിലെത്തിയേ. മധുരയിലെ പലഹാരങ്ങൾ കഴിക്കാൻ ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. പിന്നെ മധുരയിൽ കൃഷ്ണൻ കഴിച്ച മണ്ണ് പ്രസാദമായി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മധുര എത്തിയിരിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് എങ്ങോട്ട് പോകണമെന്ന് ഒരു അന്തവും കുന്തവും ഇല്ല. വെറുതെ സന്തോഷിച്ചോണ്ട് എന്താ ഉപയോഗം? ആരെങ്കിലും പോകുന്ന വഴിക്കൂടെ നേരെ പോയിക്കോളാം. എങ്കിലാണെങ്കിൽ നമുക്ക് കൃഷ്ണൻ ജനിച്ച കവാടം കാണാലോ. നമ്മളിപ്പോൾ മധുര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നടക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ മുകളിലാണ്. ഇപ്പോൾ താഴേക്ക് ഇറങ്ങി റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങി ഓട്ടോ കയറിയിരിക്കുന്നു. 30 രൂപയാണ് ഇവിടത്തെ ഓട്ടോ ഡ്രൈവർമാർ 3 കിലോമീറ്റർ പോവാൻ ഉപയോഗിക്കുന്ന തുക. പിന്നെ ഇപ്പോൾ ഞാൻ പോവുകയാണ് മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അങ്ങ് കോഴിക്കോട് നിന്നു ഇവിടം വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? എത്രയാണെന്നറിയുമോ? 2000 സംതിങ് കിലോമീറ്റർ ആണ് ഇവിടുന്ന് അടം വരെ. പിന്നെ ഗൈസ്, ഈ ഓട്ടോ ഡ്രൈവർമാർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അവിടെ എത്തും? ഇപ്പോൾ ഓട്ടോ ഡ്രൈവർ വിട്ടിരിക്കുന്നു വണ്ടി. ഇനി ഞാനിപ്പോൾ ഇരിക്കുന്ന വിൻഡോ സീറ്റിലാണ്. ഇപ്പോൾ വീണ്ടും നിർത്തിയിരിക്കുന്നു ഈ ഓട്ടോ ഡ്രൈവർ. പിന്നെ ഇവിടെയാണെങ്കിൽ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. കുറെ ദൂരമുണ്ട് അവിടം വരെ. പിന്നെ ഗൈസ്, എന്റെ സൗണ്ടിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ. എന്റെ തൊണ്ടയിലാണെങ്കിൽ കിച്ച് അതുകൊണ്ടാണ് ഗൈസ്. പിന്നെ ഗൈസ്, ഇപ്പോൾ ഞങ്ങളൊരു ടണലെന്ന് പറയാൻ പറ്റൂല, ഒരു സ്ഥലത്തിന്റെ അകത്തേക്ക് കയറി. പിന്നെ അതിന്റെ സൈഡിലുള്ള മതിലുകൾ എന്ത് മനോഹരങ്ങളാണ്. ഇങ്ങനത്തെ ഇഷ്ടം പോലെ മതിലുകളിൽ ഉണ്ട് ഇങ്ങനത്തെ ചിത്രരചന. ഇപ്പോൾ നമ്മൾ മധുരയുടെ അടുത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ കൃഷ്ണ ജന്മസ്ഥലത്തിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. പിന്നെ ഇതെന്റെ അച്ഛനാണ് ഗൈസ്, പേര് ശ്രീധർമ്മൻ. ഇവരൊക്കെ ആരാന്ന് എനിക്കറിയില്ല. പിന്നെ ഇവരൊക്കെ കൃഷ്ണനെ കാണാൻ വന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര തിരക്കേറിയ സ്ഥലമാണ് ഗൈസ് ഇത്. കാരണം ഇത് കൃഷ്ണന്റെ ജന്മസ്ഥലം. ദാ ഗൈസ്, ഇവിടെ ഒരു കവാടം കാണുന്നില്ല. ഇതാണ് കൃഷ്ണന്റെ ജന്മസ്ഥലം. ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾ ഓട്ടോയിൽ കൃഷ്ണൻ കുഞ്ഞായിരുന്നപ്പോ ജനിച്ച പാടന്നെ അന്ന് രാത്രി തന്നെ കൊട്ടയിലാക്കി കൃഷ്ണന്റെ സ്വന്തം അച്ഛൻ യമുനാ നദിയിൽ കൂടെ കടന്ന് നല്ല ശക്തമായി മഴ പെയ്തപ്പോൾ ഒരു പാമ്പ് വന്നിട്ട് അതിന്റെ പത്തികളെല്ലാം തുറന്ന് വെച്ചിട്ട് കൃഷ്ണനെ സംരക്ഷിച്ചു. പിന്നെ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഓട്ടോയില് പോയത് അൺകംഫർട്ടബിൾ ആണ്. കാരണം അവർ തീരെ